കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് 2024 തന്നെ നടന്ന ഒരു ക്ലർക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ ഇംഗ്ലീഷും മലയാളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. നെയ്തർ മിസ്റ്റർ ഗുപ്താസ് സൺ nor his daughter dash to the gym regularly. ആൻസർ എന്താ വരിക? ഗോസ്. അപ്പോൾ ഡി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെയ്തർ മിസ്റ്റർ ഗുപ്താസ് സൺസ് നോർ ഹിസ് ഡോട്ടർ ഗോസ് ടു ദ ജിം റെഗുലർലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ഷീ കോൾഡ് മീ ഐ ഡാഷ് ദ പാർട്ടി. ആൻസർ ബി would attend. If she called me I would attend the party. Next question. Dash boy who talked to me yesterday turned out to be my old neighbor's son. Answer D. The boy who talked to me yesterday. അതായത് ആ ഒരു പെർട്ടിക്കുലർ ബോയിനെയാണ് പറയുന്നത്, അതുകൊണ്ടാണ് ദ വെക്കുന്നത്. Next question. I would rather have tea dash coffee. rather വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് വെക്കണം? than വെക്കണം. I would rather have tea than coffee. rather than എന്നുള്ളതാണ്. അപ്പോൾ rather വെച്ച് കഴിഞ്ഞാൽ എന്തായാലും than വെക്കണം. Next question. I am older than you. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക? ആറിൻഡായി. ആമിൻഡായി എന്ന് പറയില്ല, ആറിൻഡായി എന്നാണ് പറയുക. അപ്പോൾ ഐ ആം ഓൾഡർ ദാൻ യു എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആറിൻഡായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിറ്റിൽ ആൻ ഓൾവേസ് ഡാഷ് ടു ഹെർ ഓൾഡർ ബ്രദർ. ആൻസർ എ ആണ്. ലുക്സ് അപ് ടു. ലിറ്റിൽ ആൻ ഓൾവേസ് ലുക്സ് അപ് ടു her older brother. Next question. Diana's shoes were the perfect dash to her entire outfit. Answer B ആണ്. compliment. COMPLEMENT. compliment. Next question. The company gives bonus to its employees only dash because the management is not very generous. Answer C ആണ്. once in a blue moon. The company gives bonus to its employees only once in a blue moon because the management is not very generous. Next question. Substitute the underlined phrase with a suitable word from the following. Susan does not go to the church as she calls herself as someone who does not believe in the existence of God. Answer D ആണ്. atheist. 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 Next question. Which of the following has the same meaning as complete? complete എന്ന് പറയുന്നത് whole. as a whole എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത് എന്നാണ് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് മലയാളം നോക്കാം. ശരിയായ വാക്യം ഏത്? ആൻസർ സി ആണ്. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയല്ലാത്ത രൂപമേത്? ആൻസർ ഡി ആണ്. ജാള്യത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മകൾ എന്ന് അർത്ഥമുള്ള പദമേത്? ആൻസർ സി ആണ്. തനയ എന്ന് പറഞ്ഞ പുത്രി, അതായത് മകൾ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രവം വിപരീതം എഴുതുക. രവത്തിന് വിപരീതം നീരവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അന്തഹ പ്ലസ് ഛിദ്രം
ചേർത്തെഴുതുമ്പോൾ അന്തഃ പ്ലസ് ഛിദ്രം അന്തഛിദ്രം. അപ്പൊ ഇങ്ങനെയാണ് എഴുതുക, അന്തഛിദ്രം. അതായത് ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ഒറ്റപ്പദം എഴുത്ത്. ആൻസർ ഡി ആണ്, ജിജ്ഞാസു. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ജിജ്ഞാസു. കിങ്കരൻ സ്ത്രീലിംഗ എഴുതുക. കിങ്കരൻ കിങ്കരി. ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. ആൻസർ എ ആണ്, മിടുക്കർ. അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ ലിംഗം നിർണയിക്കാൻ സാധിക്കാത്തത്, അതായത് സ്ത്രീയോ പുരുഷനോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. മിടുക്കർ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളും ആവാം പെൺകുട്ടികളും ആവാം അല്ലെ. അപ്പോൾ അതാണ് അലിംഗ ബഹുവചനം. എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാക്മയം പിരിച്ചെഴുതുമ്പോൾ വാക്ക് പ്ലസ് മയാണ് വാക്മയം. ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? കുരുടന്മാരോടരുത് ഓടരുത്. കുരുടന്മാരോട് ഓടരുത് അല്ലെ. കുരുടന്മാർ ഓടരുത്, അതായത് കണ്ണില്ലാത്തവര് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർ ജീവിക്കണം എന്നുള്ള അർത്ഥമാണ് ആക്കുന്നത്. അതായത് നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്ന് ഉള്ള അർത്ഥമാണ് ആക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.